நேசிப்பதும் ശ്വാസിപ്പതും ഞാൻ ഫംഗ്ഷൻ ഇടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? കിടലല്ലേ? നീ ഏത് കളർ ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്? അപ്പൊ തീരുമാനിച്ചിട്ടില്ല. അവിടെ പോയിട്ട് അപ്പത്തെ മൂഡ് അനുസരിച്ചിടും. അന്നപ്പുറത്ത് ഞാൻ ഇറങ്ങട്ടെ, ഒരുപാട് ലേറ്റ് ആയി. അവർ വിളിക്കുന്നുണ്ട്. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ വരാം. ശരി, കാണാം. ഒന്ന് എഴുന്നേറ്റ് പോവാവോ? ഓ സോറി, പോവാൻ തന്നെ വന്നത്. അല്ലാതെ മെഡിക്കൽ കിടക്കാനൊന്നുമില്ല. ദുർഗ, അവരൊക്കെ ഇറങ്ങാറായി. വാ. ആരും നാളെ ഇറങ്ങുന്നു. പൃഥ്വി, ഞാൻ ഇറങ്ങട്ടെ, വൈകിട്ട് കാണാം. ശരി, നീ സൂക്ഷിച്ചു പോ. നിങ്ങൾ അതിനെ എപ്പോഴും ഇങ്ങനെ തല്ലുപിടിക്കുന്നേ? അദ്വിക് മതി, നിർത്തവളെ കളിയാക്കിയത്. കണ്ടോ കണ്ടോ, എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. അത് പോയേടി മിസ്സേ, ഇവളുടെ കൂടെ നിക്കണ്ട കേട്ടോ. ഇവളെ ആള് ശരിയല്ല. നീ ആടാ ശരിയാവത്തത്, മങ്കി. ഞാൻ മങ്കിയാണെങ്കിൽ നീ ഡോങ്കി ആടി. ഒന്ന് നിർത്ത്. ഞങ്ങൾ എന്തായാലും ഇതൊക്കെ കണ്ട് ശീലിച്ചതാ. പക്ഷെ മിസ്സിനെയും കൂടി നിങ്ങൾ വെറുപ്പിക്കല്ലേ? ഓക്കെ. പിന്നെ നിങ്ങൾ അറിഞ്ഞില്ലേ, ഇന്ന് യാഷാറിന്റെ പപ്പയുടെ മമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. 15th ആയതുകൊണ്ട് ഗ്രാൻഡ് ആയിട്ട് നടത്തുന്നെന്ന് പറഞ്ഞത്. എന്റെ പപ്പേനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും പോണ്ടി വരും. എന്നിട്ട് യാസാർ ഇന്ന് ക്ലാസ് വന്നപ്പോ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ടീച്ചേഴ്സിനെ എല്ലാരും വിളിച്ചിട്ടുണ്ടല്ലോ. ശരിക്കും വിളിച്ചായിരുന്നോ? എന്നെ വിളിച്ചില്ലല്ലോ. ചിലപ്പോ മറന്നുപോയി കാണും ചേച്ചി. വിളിക്കുമായിരിക്കും. അതല്ലായിരിക്കും, സീനിയർ ടീച്ചേഴ്സിനെ മാത്രമായിരിക്കും വിളിച്ചേക്കുന്നേ. ഇല്ല, ഇവംസിനെയും അലക്സ് സാറിനെയും സുജിത് സാറിനെയും എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ യാഷാർ എന്താ മിസ്സിനെ വിളിക്കാതിരുന്നേ? ചിലപ്പോ മറന്നുപോയി കാണോടാ. ആമി മോള്, നീ വന്നില്ലേ? കുറച്ച് പണിയുണ്ട് ചേച്ചി. ചേച്ചി പോയിക്കോളൂ. ചേച്ചിക്ക് എന്തായാലും പ്രോഗ്രാമിന് ഉണ്ടല്ലേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിക്കോളാം. അപ്പൊ നിന്നെ വിളിച്ചില്ലേ പ്രോഗ്രാമിന്? എന്നാ ഞാനും പോകുന്നില്ല. നീ വരാണ്ട് ഞാൻ എങ്ങനെയാ പോവാ? അത് വേണ്ട, യാഷാർ സ്നേഹത്തോടെ വിളിച്ചതല്ലേ. ചേച്ചി പോയിക്കോളൂ. ഞാൻ ഇത് കഴിഞ്ഞിപ്പോ വരാം. വേഗം വരണോട്ടോ, അന്നത്തെ പോലെ ലേറ്റ് ആക്കരുത്. ഓ ശരി. എന്തിനാ മോളെ കണ്ണടക്കുന്നേ? എനിക്കൊന്നും കാണില്ല കേട്ടോ. ഞാൻ തട്ടി തടന്ന് വീഴുവേ. ആന്റി വീടില്ലാണ്ട് ചാനല്ലേ പിടിക്കുന്നേ? പേടിക്കണ്ട, ഒരു സർപ്രൈസ് ഉണ്ട്. Happy wedding anniversary. Oh, thank you so much. അപ്പൊ ഇതിനാളെ ഞങ്ങളെ മാറ്റി നിർത്തിയത് നിങ്ങൾ എല്ലാരും കൂടി. എനിക്ക് അപ്പളേ തോന്നി എന്തോ ഉണ്ടായിരുന്നു. തോന്നില്ലല്ലോ, വിചാരിച്ചില്ലല്ലോ. അതാണ് ഞങ്ങളുടെ കഴിവ് അല്ലേ ദേവ് ബ്രദേഴ്സ്? രാത്രി ഇത്രയും ഗ്രാൻഡ് ആവുമായിരുന്നോ? എന്റെ ദുർഗ, യുവർ സെൻസ് ഇസ് വെരി ഗുഡ്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നമ്മളുടെ ഡിസ്റ്റൻസ് തന്നെയാണോ ഇത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓ മതി പൊക്കിയത്, വാ നമുക്ക് അകത്ത് കയറാം. ഈ സാധനം കൊണ്ടുവരാൻ നിനക്ക് ഇത്ര സമയം എടുത്തായിരുന്നോ യാഷ്? ഞാനിപ്പോ നിന്നെ അന്വേഷിക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു. ഈ ഫയൽ അവരിൽ നിന്ന് വാങ്ങിക്കാൻ കുറച്ച് സമയം എടുത്തിരുന്നു. അവര് വെരിഫിക്കേഷൻ കണ്ട് തരാന്ന് പറഞ്ഞാൽ ലേറ്റ് ആയത്. ഏട്ടത് പിടിക്കാൻ ഇപ്പൊ വരാവേ. നീ എങ്ങോട്ട് ഓടുന്നേ? ഇപ്പൊ കേക്ക് കട്ട് ചെയ്യും. നിക്ക് ഏട്ടോ, ഒരു 1 മണിക്കൂർ ഇപ്പൊ പറയാൻ. ആമി മോളെ, നീ വന്നില്ലല്ലോ. എനിക്ക് എന്തോ പോലെ. ഞാൻ നിക്ക ഇവിടെ. അത് സാരില്ലേ, വാ, ഞാൻ അവിടെ നിന്നോളാം. നിങ്ങൾ പോയിട്ട് വേഗം വാ. ഞാൻ എങ്ങനെ നിന്നെ തനിച്ചാക്കി പോവാ? എനിക്ക് എന്തോ പോലെ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവിടെ നിന്നോളാം. ഒരുങ്ങിയതല്ല, ചെല്ല്. ഒറ്റക്കല്ലോ, ഞങ്ങളെ കൂടെ ഇല്ല ചേച്ചിയുടെ കൂടെ. നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞങ്ങൾക്ക് റെക്കോർഡിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ നിന്നോളാം. ഇവേച്ച് പോയിക്കോളൂ. ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾ ആരും വാൽ തുറക്കണ്ട. ഞങ്ങൾ ആരെങ്കിലും വന്നാൽ മാത്രം തുറന്നാൽ മതി, കേട്ടല്ലോ? ഞങ്ങൾ അനുസരിച്ചോളാം. ചേച്ചി ചെല്ല്.
ജാനി, ആ സാർ, ഞാൻ സാറിനെ തിരക്കുമായിരുന്നു. സാറിന്റെ അച്ഛനമ്മ എവിടെ? ചെറിയ ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു. ദേ അവർ അവിടെ ഉണ്ട്, വാ ഞാൻ കാട്ടിത്തരാം. ആ ആത്മദീക്ഷ ഉണ്ടായിരുന്നു, വാ. ഗംഗ ആരാ നോക്കി? ഞാൻ നോക്കാം. യാർ സാറോ? സാറെന്താ ഇവിടെ? ഗംഗ എവിടെയാണ് താമസം? ആ മാളുണ്ടല്ലോ. ഞാൻ മിസ്സിനെ കാണാൻ വന്നതാ. ആണോ? വാ കേറിയിരിക്കെ. മിസ് എവിടെയുണ്ട്? മാളു, നീ പോയി ചേച്ചി വിളിച്ചിട്ട് വാ. സാറെന്താ ഇവിടെ? റിയലി സോറി ആമി. നീ അറിഞ്ഞാണല്ലോ ഇന്ന് എന്റെ പപ്പയുടെ മമ്മയുടെ 15th വെഡിങ് ആനിവേഴ്സറി ആണ്. ഞാൻ എല്ലാവരും വിളിച്ചു, നിന്നെ മാത്രം വിളിച്ചില്ല. അത് ഞാൻ വിളിക്കാൻ വരെയായിരുന്നു. അപ്പോൾ എന്റെ ഏട്ടന്റെ കോൾ വന്നത്. പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ വീണ്ടും നീ വിളിക്കാന്ന് വിചാരിച്ചു. ബട്ട് അവിടെ പെട്ടുമായിരുന്നു. അതുകൊണ്ട് നീ വേഗം റെഡി ആവും, നമുക്ക് പോവാം. അയ്യോ, അത് സാർ അവിടെ പാട്ട് തുടങ്ങിയിട്ടുണ്ടാവില്ലേ, ഇപ്പൊ നമ്മൾ എങ്ങനെ പോവാനാ? സാർ ശല്ലി, ഞാൻ ഇനി ഒരുങ്ങിയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നല്ല നേരാവും. ഓ അത് സാരല്ല, 1/2 മണിക്കൂറുണ്ട്. താൻ വേഗം പോയി റെഡി ആവ്. സാർ, അത് മാത്രമല്ല, ഇവർ ഒറ്റയ്ക്കാവും, ഞാൻ കൂടെ വന്നാൽ ശരിയാവില്ല. ഓ അതാണോ കാര്യം? നിങ്ങൾ പോയി റെഡി ആവ്, ചെല്. ഒറ്റയ്ക്ക് ഇവിടെ എന്തായാലും ഇരിക്കണ്ട. അത് വേണ്ട സാർ, ഞങ്ങള് നല്ല കട്ട പോസ്റ്റ് അടിക്കും. ഞാനില്ല. മാളു, ഗംഗ, അത്വയ്ക്കൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ നിങ്ങക്ക് പോസ്റ്റ് ആവില്ലല്ലോ. അതൊക്കെയുണ്ടോ? എന്നാ പിന്നെ നമുക്ക് പോവാല്ലേ ഗംഗ? ആ പോവാം, ഞങ്ങൾ വരാം. വെയിറ്റ് ആക്കേ. ചേച്ചി വാ, നമുക്ക് പോവാം. എന്തായാലും ഇവിടെ ഇരിക്കണ്ടല്ലോ, എല്ലാവരും വരുമ്പത്തേക്കും നല്ല രാത്രിയാണ്, നമ്മളിവിടെ ഇരിക്കണ്ട. വാ പോവാം. അമ്മ, ആ എന്താ? അമ്മ, ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ്. ഇത് ആത്മദീക്ഷ, ഇത് ജാനകി. ഹാപ്പി ആനിവേഴ്സറി ആന്റി. ഓ താങ്ക് യു. അങ്കിൾ എന്തേ? ആ അങ്കിൾ ഇത് അവിടെ ഉണ്ട് മോളെ, അവിടെ ബിസിനസ് പാർട്ട്നേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. മോള് കഴിച്ചായിരുന്നോ? ഇല്ല ആന്റി, ഇപ്പൊ വന്നോളൂ. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്. ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോ ചെറുതാണ് കേട്ടോ. ഓ ഇത് എന്തിനാ മോളെ? എനിവേസ്, കൊണ്ടുവന്ന സാധനം വെച്ച് മടക്കാൻ പാടില്ല എന്നാണ്, പ്രത്യേകിച്ച് സ്നേഹത്തോടെ തരുന്നത്. അതുകൊണ്ട് ഞാൻ വാങ്ങാം. ശരി, അത് പോട്ടെ. നിങ്ങളുടെ വീട് എവിടെയാ? വിശാഖപുരത്താണ് ആന്റി. വിശാഖപുരത്തോ? വിശാഖപുരത്ത് എവിടെ? അവിടെ ചൈതന്യമംഗല തറവാട്ടിലെ പേരക്കുട്ടിയാണ് ഞങ്ങള്. അവിടെ വിശ്വന്റെ മോളാണോ? ഞാൻ വിശ്വന്റെ മോളാണ്, അത് അർജുനന്റെ മോളാണ്. ആന്റിക്ക് അതറിയാം? അതൊക്കെ എനിക്കറിയാം. മോളെ ഇവിടെ ഇരിക്കട്ടോ, ഞാൻ അങ്കിളിനെ വിളിച്ചിട്ട് വരാം. അമൻ ഒന്ന് നോക്കിട്ടോ, ഇപ്പൊ വരാം. യാഷ് സാർ, നമുക്ക് ഇറങ്ങാം. ആ വാ. ഏട്ടൻ എന്താ പുറത്ത് നിൽക്കുന്നേ? അല്ല, അത് യാഷ് എവിടെ? യാഷിനെ കാണാനില്ലല്ലോ. കേക്ക് കട്ട് ചെയ്യാൻ അച്ഛനമ്മ വിളിക്കുന്നുണ്ട്. അത് തന്നെയായിരുന്നു ഞാനും നോക്കുന്നത്. അവൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയതാ. ഒത്തിരി നേരമായി. കേക്ക് കട്ട് ചെയ്യാൻ സമയം എനിക്കറിയാം. അമൻ, നീ എത്ര നേരം എവിടെയായിരുന്നു? സോറി ഏട്ടാ, ഏട്ടൻ തന്ന കുറച്ച് വർക്കിൽ ബിസി ആയതുകൊണ്ട് ഞാൻ ബസ്സിനെ വിളിച്ചില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പോയി വിളിച്ചതാ. വിളിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? എല്ലാരും വിളിച്ചതല്ലേ. ആൻഡ് ഇത് അനാമിക. അത് രണ്ടും എന്റെ സ്റ്റുഡൻസ് ആണ്, മാളവിക ആൻഡ് ഗംഗ. നൈസ് ടു മീറ്റ് യു. നിങ്ങൾ വാഗത്ത് വാ, എനിക്ക് കേക്ക് കട്ട് ചെയ്യാൻ സമയമായി. അല്ല, നീ ഇവിടെ എങ്ങനെ എത്തി? നിനക്ക് മാത്രം ക്ഷണിക്കാൻ ആളുള്ളൂ എന്ന് വിചാരിച്ചോ? നമ്മക്കും ആൾക്കാരുണ്ട് കേട്ടോ. അല്ല, ഇന്ന് കാണാൻ കുറച്ച് മെനയുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാനും കാണാൻ എന്താ കൊള്ളില്ലേ? കൊള്ളില്ലേന്ന്? ശരിക്കും നിന്നെ ഇപ്പൊ കാണാൻ കാണാൻ ആകാശഗംഗയിലെ പ്രേതത്തിനെ പോലെയുണ്ട്. പോടാ മങ്കി. ജസ്റ്റ് കിഡിങ് ബേബ്. പക്ഷെ നിന്നെ ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സാരിയൊക്കെ എടുത്തിട്ട് പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി. റിയലി ലുക്സ് ലൈക്ക് ലുക്ക് ലൈക്ക് യു ആർ റിയലി ബ്യൂട്ടിഫുൾ. ഗംഗ, ഞാൻ കണ്ടായിരുന്നു. ചേച്ചിമാരൊക്കെ അവിടെയുണ്ട്. നിന്നെ അന്വേഷിച്ചു വാ. വാളു, അത് നീ എപ്പോ എത്തി? ഞാൻ വന്നപ്പോ തന്നെ കണ്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. മമ്മിയുടെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാ ശരി, ഒരു മിനിറ്റ്. ഞാൻ ഇവിടെ ഒന്ന് പോയി ചേച്ചിമാരെ കാണിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഈ സമാധാനം തരത്തില്ല. നീ ഇവിടെ നിൽക്കിട്ടോ, ഒരു മിനിറ്റ്. നിന്നോട് ആദ്യം ഈ വയ്യാത്തോടത്ത് ഹീലിടാൻ പറഞ്ഞത്? ഞാൻ അതിന് സാറിനോട് പറഞ്ഞു എനിക്ക് വയ്യെന്ന്. വെറുതെ എന്റെ കാര്യത്തിൽ ഇന്റർഫെയർ ചെയ്യാൻ നിൽക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല.
ഓ, അപ്പൊ മിസ്റ്റർ യാദവ് ദേവിനെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ അറിയാം. ഞാൻ നിങ്ങൾ നന്നാക്കി എടുക്കും മിസ്റ്റർ യാദവ് ദേവ്. എക്സ്ക്യൂസ് മീ, ഏട്ടനെ അമ്മ വിളിക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ 1 മിനിറ്റ്. ഏട്ടൻ ഇത് എന്തോ നോക്കിയിരിക്കുവാ? അതിന് ഞാൻ എന്താ ചെയ്തേ? നീ എന്താ പറയുന്നേ? ഓ, ഏട്ടൻ എന്തിനാ അപ്പ ഏട്ടത്തിയമ്മ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? പൃഥ്വി, പതിയെ പറയാ, ആരെങ്കിലൊക്കെ കേൾക്കും. കേൾക്കട്ടെ. ഏട്ടനോട് ഞാൻ എന്തിനാ കഷ്ടപ്പെട്ടിട്ട് ഏട്ടത്തിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ വേണ്ടി പറഞ്ഞത്? ഒന്ന് പോയി സംസാരിക്കും. ഇവന്തോ ഏട്ടൻ കണ്ടോ ചേച്ചിയെ? ഇല്ല, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ബിസി ആയിപ്പോയി. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ പൃഥ്വി? അതെനിക്കറിയായിരുന്നു. എന്നോട് തന്നെ ചോദിക്കുന്നു. ഏട്ടത്തി ഇവിടെ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തുണ്ട്, ഏട്ടൻ അങ്ങോട്ട് ചെല്ല്, ഇവിടെ ഞാൻ നോക്കിക്കോളാം. ഞാനവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? ഓ, ഒന്നും ചെയ്യണ്ട. ഇപ്പൊ കുറച്ച് ഫ്രണ്ട്ലി ടോക്ക് ഒക്കെ നടത്ത്, എന്നാ മാത്രമേ നിങ്ങളുടെ സ്മൂത്ത് ആവുള്ളൂ കേട്ടോ. ഞാൻ പറയുന്നേക്കോ. ശരി, ഓക്കെ, ഞാൻ ചെല്ലാം. ഓ എന്റെ ദൈവമേ, ഇതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് എന്റെ മൂക്കി പല്ല് മുളിച്ചിട്ടുണ്ടാവും. അല്ല, പറഞ്ഞ മാതിരി എന്റെ മായക്കുട്ടി എന്തേ കണ്ടില്ലല്ലോ? ഇത് ഓർക്കണ്ടേ മായ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് വീട്ടിൽ പോവാം. ഓ, അത് സാരില്ല, എനിക്ക് വാഷ്റൂമിൽ പോയാൽ മതി. ഞാനും കൂടെ വരാം. വാ. ആരോഗ്യം എനിക്ക് നല്ലപോലെ വേദനിക്കുന്നു. എനിക്ക് വേഗം വാഷ്റൂമിൽ പോകണം. നീ സമാധാനപ്പെട്. Hey ladies, എന്തിനാണ് ധൃതി പിടിച്ചു പോകുന്നത്? Let's have some fun. ഓ, എക്സ്ക്യൂസ് മീ, കുറച്ച് ബിസിയാണ്. സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഓ ബേബി, അങ്ങനെ പറയല്ലേ. ഞാൻ കുട്ടീനെ കാണാൻ വേണ്ടി അവിടെ നിന്ന് വന്നതാണ്. Let's have some fun. ഒരു ഡാൻസ് കളിച്ചെന്ന് വെച്ച് എന്റെ സമയമൊന്നും ഞാൻ എടുക്കില്ല. ആ മോനെ ചെയ്യാനോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ അവിടെ അങ്കിൾ വിളിക്കുന്നുണ്ട്, അറിയാലോ? സേവിയറങ്ങൾ ദേഷ്യം വന്നാൽ എന്താ അവസ്ഥയെന്ന്. മോനെ അങ്ങോട്ട് ചെല്ലേ. ഈ ഏരിയ അത്രക്ക് അങ്ങോട്ട് സേഫ് അല്ല. ചെല്ലേ, അങ്ങോട്ട് ചെല്ലിട്ടോ. ഓ, താങ്ക് യു സാർ. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ എന്താ ഇവിടെ? എന്തെങ്കിലും തിരയാണോ? അത് സാർ, പാറജി. നിങ്ങൾക്ക് വാഷ്റൂമിൽ പോണോ? ആ സാർ, ഇവൾക്ക് വാഷ്റൂമിൽ പോകണം. ഇറ്റ്സ് റിയലി അർജന്റ്. ഇവിടുത്തെ താഴത്തെ വാഷ്റൂം എന്തോ ഒരു കുഴപ്പമുണ്ട്. മായ, എന്റെ കൂടെ വാ, എന്റെ വാഷ്റൂം യൂസ് ആക്കാം. ഏയ്, അത് വേണ്ട. ഐ ആം കംഫർട്ടബിൾ. മായ, ഈ സമയത്ത് ദേഷ്യം കാണിക്കല്ലേ. നിന്റെ ബാക്കിൽ സ്റ്റീലുണ്ട്. അത് ശരിയാ മായ, നീ ചെല്ല സാറിന്റെ കൂടെ. ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? ഇല്ലല്ലോ, ഞങ്ങൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ആരോടായിരുന്നു കത്തിയപ്പ്? വേറെ ആരോടാ? ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും സ്വതന്ത്രത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളോട്. എന്റെ വീട്ടിലെ പോരാളിനോട്. അപ്പൊ താനൊരു അമ്മ പേഴ്സൺ ആണല്ലേ? ഏയ്, ടോട്ടലി അമ്മയുടെ പക്ഷക്കാരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അച്ഛന്റെ പക്ഷമാകാറുണ്ട്. ഈ രണ്ടുപേരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. രണ്ടുപേരും നമുക്ക് ഉപകാരമുള്ള ആൾക്കാരല്ലേ. പിന്നെ ഈ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും അവർ രണ്ടുപേരും മാത്രമായിരിക്കും നമ്മളെ കുറിച്ച് വേവലാതിപ്പെടാനുണ്ടാവുക. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോ രണ്ടുപേരും എനിക്കിഷ്ടമാണ്. സത്യം, നമ്മുടെ ലൈഫിൽ ആരൊക്കെ വന്നാലും അവരുടെ സ്ഥാനം ആർക്കും റീപ്ലേസ് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റില്ല. അല്ല, സാർ എന്താ വന്നത്? ഞാൻ വിളിച്ച ഗസ്റ്റിനായി ഇവരെയും കണ്ടില്ല, കുറച്ച് ബിസി ആയിപ്പോയി. തന്നെ അന്വേഷിച്ചു വന്നതാ. അപ്പലാ പറഞ്ഞത് പൃഥ്വി താൻ ഇവിടെ ഇപ്പുണ്ടെന്ന്. പൃഥ്വി സാറിന്റെ ഇളയാണല്ലേ? കൂട്ടത്തിൽ സത്യം പറയാലോ, എനിക്ക് അവനെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം. ഇവിടെ വന്നതിലും പരിചയപ്പെട്ടതിലും. അതെല്ലാവരും പറയും. അവന്റെ ക്യാരക്ടർ എങ്ങനെയാ, എല്ലാവരും കയ്യിലെടുക്കാൻ പറ്റും. പിന്നെ ഒരു സൈക്കോളജിസ്റ്റും കൂടിയല്ലേ, അപ്പൊ എല്ലാവരുടെയും മനം കയ്യിലെടുക്കാൻ അറിയാൻ പറ്റും. താൻ ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ല, അമ്മയുടെ ഫോൺ വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് പോകുന്നായിരുന്നു. ഓ, എന്നാ വായോ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഞാൻ ചോദിക്കാൻ പറ്റുമോ, തന്റെ വീട്ടില് ആരൊക്കെ ഉണ്ട്? തന്റെ വീട് എവിടെയാ? എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, അമ്മാവൻ, അമ്മായി, ചെറിയച്ഛൻ, വലിയച്ഛൻ, കുഞ്ഞേട്ടായി, ചെറിയേട്ടായി, അങ്ങനെ കുറേ പേരുണ്ട്. സിംപ്ലി പറഞ്ഞാൽ ഞങ്ങളൊരു ജോയിന്റ് ഫാമിലിയാ. സ്ഥലം പറയാൻ വേണ്ടി പാലക്കാടിന്റെ കുറച്ച് ഉൾപ്രദേശമാണ്, വിശാഖപുരം എന്ന് പറയും. അവിടെ എല്ലാവർക്കും അറിയാവുന്ന ചൈതന്യമംഗല തറവാട്, അതാ ഞങ്ങളുടെ വീട്. ഈ തറവാടിന്റെ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ ഓർക്കുന്നില്ല ഇതാണെന്ന്. നീ ഈ വാഷ്റൂം യൂസ് ചെയ്തോ? അത് പാർവേശിനൊന്ന് വിളിക്കോ? അത് ഞാൻ വിളിച്ചോളാം. നീ ഇപ്പൊ ഫ്രഷ് ആവും.
നിനക്ക് ആവശ്യമുള്ള എല്ലാം ആയി എന്ന് വിശ്വസിക്കുന്നു. ഫ്രഷായി താഴോട്ട് പോകാം. ആൻഡ് ഞാനൊരു ഡോക്ടറാണ്, പിന്നെ നല്ലൊരു അമ്മ വളർത്തിയ കുട്ടി കൂടിയാണ്. ഇതൊന്നും നിന്റെ തെറ്റില്ലല്ലോ, എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് എംപാരസ് ആവേണ്ട ഒരു കാര്യമില്ല.